ومن ينادي اسمي ألفا بخلوته عزما بهمته صرما لغفوته عجبته مسرعا من أجل دعوته فليدع يا عبد القادر محي الدين. ഇത് ഖുതുബിയത്തിന്റെ വരികളാണ്. ആരെങ്കിലും എന്റെ പേര് വിളിച്ചാൽ, 1000 വട്ടം വിളിച്ചാൽ, ഒറ്റയ്ക്കിരുന്ന് വിളിച്ചാൽ, മനസാന്നിധ്യത്തോടെ വിളിച്ചാൽ, പാപ്പാഗ്രഹിച്ചുകൊണ്ട് വിളിച്ചാൽ വളരെ വേഗത്തിൽ അവന്റെ വിളിക്ക് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഫലയതോ അവൻ വിളിക്കട്ടെ, ദുആ ചെയ്യട്ടെ. യാ റബ്ബി യാ റബ്ബി എന്ന് വിളിക്കാനുള്ള ഖുതുബിയത്ത് പഠിപ്പിക്കുന്നത്. നേരെ മറിച്ച് യാ അബ്ദുൽ ഖാദിർ മുഹയ്യിദ്ദീൻ മുഹദ്ദി ശൈഖിനെ 1000 വട്ടം വിളിക്കണമെന്നാണ് ഖുതുബിയത്ത് ഈ സമുദായത്തെ പഠിപ്പിച്ചത്. ഇത് ഖുർആനിന് എതിരല്ലേ സഹോദരങ്ങളെ? ഇങ്ങനെ ഖുർആനിന് എതിരായ അല്ലാഹു അല്ലാത്തവരോട് തേടുന്ന വരികളാണ് ബാലമൗലൂദുകളിൽ, ഖുതുബിയത്തുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ബസിർ ഫുആദി സിറാതന അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു ഫഅൻത മാലികുഹു വനജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയിൻ മുഹയ്യിദ്ദീൻ. കണ്ടോ, ഖുതുബിയത്തിന്റെ വരികളാണ്. ശൈഖ് ജീലാനിയോടുള്ള തേട്ടമാണ്. മഹാനായ ശൈഖിനെ വിളിച്ചിട്ട് പറയുകയാണ്, ശൈഖേ അങ്ങ് ഹിദായത്തിന്റെ മാർഗത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ ഹൃദയത്തിന് ഹിദായത്ത് നൽകിയിരിക്കുകയാണ്. അങ്ങ് പ്രവേശിച്ച നല്ലതായ ആ മാർഗത്തിൽ എന്നെ കൂടി പ്രവേശിപ്പിക്കണേ ശൈഖേ. അങ്ങാണ് അതിന്റെ മാലിക്. അല്ലാഹു താങ്കളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഹിദായത്ത് കൊടുക്കുന്നത് ശൈഖേ അങ്ങാണ്. അതുകൊണ്ട് എനിക്ക് ഹിദായത്തിനെ തരണേ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഇപ്പോൾ നമസ്കരിച്ചു വന്നവരാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലൂടെ, നേരായ മാർഗത്തിലൂടെ ഞങ്ങളെ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുസ്ലിം നമസ്കാരം കഴിഞ്ഞ് ഖുതുബിയത്ത് ചൊല്ലുമ്പോൾ അവൻ അറിയുന്നില്ല ഫാത്തിഹയ്ക്ക് എതിരാണ് അവന് ചെയ്യുന്നത്. മാത്രമല്ല വനജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയിൻ മുഹയ്യിദ്ദീൻ. ലദാ എന്ന പേരുള്ള ആളിക്കത്തുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ശൈഖേ. നരകമോചനം ആരോടാണ് ഒരു മുസ്ലിം ചോദിക്കേണ്ടത്? അല്ലാഹുവോട്. ഖുതുബിയത്ത് ചൊല്ലുന്ന മുസ്ലിമേ, എന്റെ ഉമ്മ പെങ്ങന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന പരിസരത്തുള്ള മാന്യ സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ ഖുതുബിയത്ത് ചൊല്ലുമ്പോ നരകമോചനത്തിന് നിങ്ങൾ ചോദിക്കുന്നത് ശൈഖ് ജീലാനിയോടാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഒഴിവാക്കണേ. അത് ഇസ്ലാമല്ല, അത് ഖുർആനല്ല, പ്രവാചകന്മാരെ പഠിപ്പിച്ചതല്ല, സ്വഹാബത്തിന് പരിചയമില്ല, അത് ഖുർആനിന് എതിരാണ്.